ഇന്ത്യക്ക് ഇന്ന് ശുഭയാത്ര. അഭിമാന നിമിഷം സംജാതമാക്കാൻ ഇനിയും നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. 10:28 12:01 ബഹിരാകാശ ദൗത്യം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ശുഭാംശു ശുക്ലയുടെ യാത്രയ്ക്കായുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ഇന്ത്യ. അമേരിക്കയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് ശുഭാംശു ശുക്ല ഉൾപ്പെടെ 4 യാത്രികർ ഫാൽക്കൺ 9 റോക്കറ്റിൽ 12:01 കുതിച്ചുയരും. ആക്സിയം 4 വിക്ഷേപണ ദൗത്യത്തിന് ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്റർ ഒരുങ്ങിക്കഴിഞ്ഞു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 4 യാത്രികരും പേടകത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ന്യൂസ് ഡെസ്കിൽ നിന്ന് KR ഗോപികൃഷ്ണനും ഗൂഗിൾ രവിയും തത്സമയം ചേരുകയാണ്. KR ഗോപികൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ ധന്യ നിമിഷത്തിന് സാക്ഷിയാകാൻ ലോകം മുഴുവൻ കാത്തിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് എന്തൊക്കെയാണ് ലഭിക്കുന്നത്? ഗുഡ് മോർണിംഗ്. ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആവുക എന്ന ചരിത്ര ദൗത്യവുമായി പോകുന്ന ശുഭാംശു ശുക്ല അടക്കമുള്ള 4 ബഹിരാകാശ യാത്രികർക്കും ശുഭയാത്ര നേർന്നുകൊണ്ട് നമുക്ക് തുടങ്ങാം. അവരിപ്പോൾ ആ പേടകത്തിനകത്ത് കയറി കഴിഞ്ഞു എന്നതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും പുതിയ വിവരം. നമുക്കറിയാം, ഇന്ത്യൻ സമയം 12:01 കെന്നഡി സ്പേസ് സെന്ററിലുള്ള ലോഞ്ച് കോംപ്ലക്സ് 39A നിന്നും ഈ ദൗത്യം ആരംഭിക്കാൻ പോകുന്നത്. ഫാൽക്കൺ 9 ബ്ലോക്ക് സി എന്ന റോക്കറ്റിലാണ് ഇവർ സഞ്ചരിക്കാൻ പോകുന്നത്. അവിടെ നിന്ന് അവർ ബഹിരാകാശ പേടകത്തിലൂടെയാണ് ബഹിരാകാശ നിലയത്തിൽ എത്താൻ പോകുന്നത്. ഈ പലവട്ടം പല കാരണങ്ങളാൽ മാറ്റിവെക്കപ്പെട്ടൊരു ദൗത്യം യാഥാർത്ഥ്യമാകാൻ പോകുന്നു, സാക്ഷാത്കരിക്കാൻ പോകുന്നു. അതിൻ്റെ അവസാനവട്ട മിനുക്കുപണികളിലേക്ക്, അവസാനവട്ട തയ്യാറെടുപ്പുകളിലേക്ക് ബഹിരാകാശ യാത്രികർ കടന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ നാളുകളിൽ അത്രയും അവർ ക്വാറന്റൈനിലായിരുന്നു. ഒരു തരത്തിലും മറ്റ് സമ്പർക്കങ്ങളൊന്നും ഇല്ലാതെ ഈ യാത്രയ്ക്ക് വേണ്ടിയുള്ള സുരക്ഷിതമായ തയ്യാറെടുപ്പുകളിലായിരുന്നു ഈ 4 ബഹിരാകാശ യാത്രികരും. നമുക്കറിയാം, പല കാരണങ്ങൾ കൊണ്ട്, കാലാവസ്ഥ പ്രശ്നം കൊണ്ട്, അതോടൊപ്പം തന്നെ ഇന്ധന ചോർച്ച എന്ന പ്രശ്നങ്ങൾ കൊണ്ട്, ബഹിരാകാശ നിലയത്തിലെ സാങ്കേതിക തകരാറുകൾ ചൂണ്ടിക്കാട്ടി അങ്ങനെ 6 വട്ടം മാറ്റിവെച്ച യാത്ര ശുഭകരമായ ഒരു തുടക്കത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നു. അവിടെ ഇന്ത്യയുടെ പ്രതീക്ഷ വാനോളം ഉയർന്നു നിൽക്കുകയാണ്. 1984 ബഹിരാകാശത്തെത്തിയ രാകേഷ് ശർമ്മയ്ക്ക് ശേഷം 41 വർഷങ്ങൾക്ക് ശേഷം ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശ യാത്ര നടത്തുന്നു. ബഹിരാകാശ നിലയത്തിൽ, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാവുക എന്ന ചരിത്ര ദൗത്യം കൂടി വഹിച്ചുകൊണ്ടാണ് ശുഭാംശു ശുക്ല ഈ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നത്. അദ്ദേഹം ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഗ്രൂപ്പ് ക്യാപ്റ്റനാണ്. ഈ യാത്രയിൽ ശുഭാംശു ശുക്ലയുടെ ദൗത്യം എന്ന് പറയുന്നത്, അദ്ദേഹം ഈ യാത്രാ സംഘത്തിലെ പൈലറ്റ് എന്ന പദവിയിൽ ഇരുന്നു കൊണ്ടാണ് അദ്ദേഹം ഈ യാത്രയുടെ ഭാഗമാകുന്നത്. 4 പേരടങ്ങുന്ന 4 ബഹിരാകാശ യാത്രികർ അടങ്ങുന്ന ഈ സംഘത്തെ നയിക്കുന്നത്, അതായത് ഈ മിഷന്റെ കമാൻഡർ എന്ന് പറയുന്നത് പെഗി വിറ്റ്സൺ എന്ന വളരെ പരിചയസമ്പന്നനായ നാസയുടെ മുതിർന്ന ആസ്ട്രോനോട്ടാണ്. അദ്ദേഹത്തിന്റെ റെക്കോർഡ് എന്ന് പറയുന്നത് 657 ദിവസം ISS-ൽ ഇന്റർനാഷണൽ സ്പേസ് സെന്ററിൽ കഴിഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പരിചയ സമ്പന്നത ഈ യാത്രയ്ക്ക് ബുദ്ധിമുട്ടുകളില്ലാതെ ബഹിരാകാശ നിലയത്തിൽ എത്തിക്കാൻ സഹായിക്കും എന്ന് കരുതാം. തൊട്ടു പിന്നാലെയുള്ളത് ശുഭാംശു ശുക്ലയാണ്. അദ്ദേഹത്തിന്റെ ദൗത്യം പൈലറ്റ് എന്ന നിലയിലാണ്. ഈ ദൗത്യത്തിൽ അദ്ദേഹം ഏതാണ്ട് 2000ഓളം മണിക്കൂറുകൾ വിമാനം പറത്തിയിട്ടുള്ള ഒരു അനുഭവ സമ്പത്ത് ശുഭാംശു ശുക്ലയ്ക്കുണ്ട്. അത് പ്രത്യേകിച്ച് യുദ്ധവിമാനങ്ങൾ പറത്തിയിട്ടുള്ള പരിചയ സമ്പന്നതയുമായിട്ടാണ് ശുഭാംശു ശുക്ല ഈ ടീമിന്റെ ഭാഗമാകുന്നത്. മൂന്നാമതായി എത്തുന്നത് പോളണ്ടിലെ സ്ലാവോ സുസ്നാസ്കിയാണ്. 22,500 അപേക്ഷകരിൽ നിന്നാണ് പോളണ്ടിലെ സ്ലാവോ സുസ്നാസ്കി ഈ ബഹിരാകാശ ദൗത്യത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടത്. പിന്നെ 4-മതായി ഈ യാത്രാ സംഘത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ബഹിരാകാശ യാത്രികൻ ഹംഗറിയിലെ ടിബോർ കപ്പുവാണ്. ഈ 4 പേരടങ്ങുന്ന ഈ സംഘം ഉച്ചയ്ക്ക് ഇന്ത്യൻ സമയം 12:01 ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിലെ ലോഞ്ച് കോംപ്ലക്സ് 13A നിന്ന് ഈ ഫാൽക്കൺ 9 ബ്ലോക്ക് സി എന്ന റോക്കറ്റിൽ കുതിച്ചുയരും. ആ റോക്കറ്റിൽ ഘടിപ്പിച്ചിരിക്കുന്ന ബഹിരാകാശ പേടകം എന്ന് പറയുന്നത് ക്രൂ ഡ്രാഗൺ, അത് ഏറ്റവും പുതിയ ബ്രാൻഡ് ന്യൂ ക്രൂ ഡ്രാഗൺ ആണ് ഈ സംഘത്തിന് സഞ്ചരിക്കാനുള്ളത്. C213 എന്നതാണ് ആ സീരീസിന്റെ പേര്. ഇതാദ്യമായിട്ടാണ് ഈ ദൗത്യത്തിന് വേണ്ടി ഡ്രാഗൺ C213 എന്ന ഈ പേടകം ഉപയോഗിക്കുന്നത്. ഈ പേടകം ബഹിരാകാശ നിലയത്തിൽ എത്തുന്നത് വ്യാഴാഴ്ച വൈകിട്ടോടു കൂടിയായിരിക്കും, രാത്രിയോട് കൂടിയായിരിക്കും ഇവർ ബഹിരാകാശ നിലയത്തിലെത്തുക. എല്ലാം ശുഭകരമായി ഈ യാത്ര വലിയ വിജയത്തിലേക്ക് എത്തട്ടെ. ISRO വളരെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ ദൗത്യത്തിന്റെ ഭാഗമായിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യയുടെ ഗഗൻയാൻ പദ്ധതിയുടെ ഒരു ടെസ്റ്റ് ഡോസ്, അല്ലെങ്കിൽ അതിന്റെ ഒരു പരിശീലനം, അല്ലെങ്കിൽ അതിന്റെ ഒരു പരീക്ഷണം എന്ന നിലയിലാണ് ശുഭാംശുവിന്റെ ഈ യാത്രയെ ISRO കാണുന്നത്. ഗൂഗിൾ തീർച്ചയായും ഇന്ത്യയുടെ ഭാവി പര്യവേഷണങ്ങളിലേക്കുള്ള ഒരു ചുവടുവെപ്പ് കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഏറ്റവും ആകാംക്ഷയോടുകൂടി ഈ ദൗത്യത്തെ നോക്കിക്കാണുന്നത്. ശുഭാംശു ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 4 പേരിൽ ഒരാളാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ട്രയൽ മാച്ച് എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ട്രയൽ സംരംഭമാണ് ഈ ആക്സിയമിലുള്ള യാത്ര. 650 കോടിയോളം രൂപ ഇന്ത്യ ഇപ്പോൾ തന്നെ ഈ
ദൗത്യത്തിന് വേണ്ടി മുതൽ മുടക്കിയിരിക്കുന്നു. അതിലേറെ ചെലവ് വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതായാലും ഈ ദൗത്യത്തിലൂടെ ഇന്ത്യ ഉദ്ദേശിക്കുന്നത് ബഹിരാകാശത്തെ മൈക്രോഗ്രാവിറ്റി സാഹചര്യത്തിലുള്ള ഈ ബഹിരാകാശ യാത്രികരുടെ ശരീരത്തിലും അവരുടെ മനസ്സിലും ഒക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഒപ്പം അവിടേക്ക് നമ്മൾ ചില പരീക്ഷണങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. 31 രാജ്യങ്ങളിൽ നിന്നുള്ള 60 പരീക്ഷണങ്ങളാണ്. അതിൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് 7 പരീക്ഷണങ്ങൾ പോകുന്നുണ്ട്. ആ 7 പരീക്ഷണങ്ങളിൽ ചില വിത്തുകൾ മുളപ്പിക്കുന്ന, ആ വിത്തുകൾ മുളപ്പിക്കുന്നതിലൊരു മലയാളി കേരള സന്തോഷം കൂടിയുണ്ട്. കാരണം തിരുവനന്തപുരത്തു നിന്ന് പോകുന്ന വിത്തുകൾ ഉൾപ്പെടെ അതിനകത്തിലുണ്ട്. ആ വിത്തുകൾ പര്യവേക്ഷണം നടത്തുന്നുണ്ട്. അവിടെ എങ്ങനെയാണ് അവിടുത്തെ സാഹചര്യത്തിൽ, ബഹിരാകാശത്തെ സാഹചര്യത്തിൽ ഈ വിത്തുകൾ എങ്ങനെ മുളയ്ക്കുന്നു എന്നത്, ഒപ്പം ഷുഗർ പേഷ്യൻസിന് വേണ്ടിയുള്ള ചില അവരുടെ ഇൻസുലിൻ അടക്കമുള്ള മരുന്നുകൾ ബഹിരാകാശത്തെ സാഹചര്യത്തിൽ എങ്ങനെ പ്രവർത്തിക്കും, അല്ലെങ്കിൽ ശരീരത്തിൽ എങ്ങനെയാണ് അതിന്റെ ഒരു മെറ്റബോളിസം പ്രവർത്തനമൊക്കെ മലയാളി കണക്ഷൻ ഉണ്ട്. യുഎഇയിലെ ബുർജിൻ ഹോൾഡിംഗ്സ് എന്ന് പറയുന്ന സ്ഥാപനവുമായി ചേർന്നാണ് ഇത് നടക്കുന്നത്. അതിന്റെ ചെയർമാൻ എന്ന് പറഞ്ഞ ഡോക്ടർ ഷംസീർ വയലിലാണ്. അപ്പോൾ മലയാളി കണക്ഷൻ കൂടിയുണ്ട്. അങ്ങനെ പലതരത്തിൽ മലയാളികൾക്ക് ഏറെ ആകാംക്ഷയുള്ള, കൗതുകമുള്ള ഒരു ദൗത്യം കൂടിയാണ്. അതിനപ്പുറത്തേക്ക് ഒരുപക്ഷെ ഈ പേശി നാശം അല്ലെങ്കിൽ കോശങ്ങളുടെ നാശം സംബന്ധിച്ച വലിയ പഠനം, കാരണം ബഹിരാകാശത്തേക്ക് എത്തുമ്പോൾ 20% വേഗത്തിലാണ് ഈ കോശങ്ങളുടെ നാശം സംഭവിക്കുന്നത്, അല്ലെങ്കിൽ പേശികൾക്ക് നാശം സംഭവിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിനെ മറികടക്കാവുന്ന മെറ്റബോളിസം പ്രവർത്തനങ്ങൾ വികസിപ്പിച്ചെടുത്താൽ അതിന് അനുഗുണമാവുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയാൽ ഒരുപക്ഷെ നാളെ പ്രായം കുറയ്ക്കാൻ, അല്ലെങ്കിൽ പ്രായത്തിൻ്റെതായ മാറ്റങ്ങൾ, നമ്മുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങളെ എങ്ങനെ മറികടക്കാൻ പറ്റും എന്ന തരത്തിലേക്കുള്ള പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്കും വഴിവെക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. മറ്റൊന്ന് പ്രധാനപ്പെട്ടത് സ്റ്റാൻഫോർഡ് സ്റ്റെം സെൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ഈ അർബുദവുമായി ബന്ധപ്പെട്ട അതിന്റെ അർബുദത്തെ നേരിടുന്നത് എങ്ങനെയെന്നത് സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ഗവേഷണങ്ങൾ കൂടി ഇതിന്റെ ഭാഗമായി നടത്തും. അതെ, ബഹിരാകാശത്തെ റേഡിയേഷനുകളും മറ്റ് സാഹചര്യങ്ങളും ഒക്കെ പരീക്ഷിക്കുകയാണ്. ഏതായാലും ഇനി ഒരു യാത്ര, അത് ഇന്ത്യ ലക്ഷ്യമിടുന്നത് 2026 തന്നെ ഗഗൻയാൻ ദൗത്യം വരികയാണ്. ഇന്ത്യയുടെ തദ്ദേശീയമായ ഒരു വാഹനത്തിൽ, തദ്ദേശീയമായ ഒരു ദൗത്യത്തിൽ 4 സംഘത്തെ ബഹിരാകാശത്തേക്ക് അയക്കാൻ. അതിനപ്പുറത്തേക്ക് വിശാലമായ അടിസ്ഥാനത്തിൽ നോക്കിയാൽ ഇന്ത്യക്ക് ഒരു സ്പേസ് സ്റ്റേഷൻ എന്ന വലിയ സ്വപ്നമുണ്ട്. ആ സ്വപ്നത്തിലേക്കൊക്കെയുള്ള ആദ്യ ചുവടുവെപ്പാണ് നമ്മൾ ഒരാളെ അങ്ങോട്ടേക്ക് അയക്കുകയാണ്, ശുഭാംശു ശുക്ല. ആ യാത്ര ശുഭകരമാവട്ടെ, അത് ശുഭകരമാവും എന്ന പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ നിൽക്കുന്നത്. ആ ധന്യനിമിഷത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. ഫ്ലോറിഡയിലേക്കാണ് എല്ലാ കണ്ണുകളും. 12:01 ഈ ദൗത്യം തുടങ്ങും.